നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഒരു രാജ്യം വരണമേ എന്നല്ല ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം. ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് ആ രാജ്യം വരണമേ എന്നുള്ളതാണ്. നന്മയുള്ള രാജ്യം വരണമേ എന്നാണ്, സമത്വമുള്ള രാജ്യം വരണമേ എന്നാണ്, സന്തോഷമുള്ള രാജ്യം വരണമേ എന്നാണ്, സാഹോദര്യമുള്ള രാജ്യം വരണമേ എന്നാണ്, പരസ്പരം വിദ്വേഷമില്ലാത്ത രാജ്യം വരണമേ എന്നാണ്, എല്ലാവരും ഒന്നുപോലെ കരുതുന്ന, ഒന്നുപോലെ ജീവിക്കുന്ന, പട്ടിണിയില്ലാത്ത, സമ്പന്നമായ, സമ്പുഷ്ടമായ, ആനന്ദമുള്ള, സന്തോഷമുള്ള രാജ്യം വരണമേ എന്നാണ്. നിന്റെ രാജ്യം വരണമേ എന്ന വാക്കിനെ ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാകും അതിന്റെ യഥാർത്ഥ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതായത് സ്വർഗത്തിലെ ഇഷ്ടം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ എല്ലാവർക്കും ആനന്ദമാണ്, അവിടെ ദുഃഖമില്ല, സന്തോഷമാണ്, സംതൃപ്തമായ ജീവിതമാണ്, പരസ്പരം വിദ്വേഷങ്ങളില്ല, പരസ്പരം കുശുമ്പില്ല, പരസ്പരം ചെളിവാരിയറിയില്ല, പരസ്പരം ഏറ്റുമുട്ടലില്ല. ആ സ്വർഗരാജ്യം പോലെ ഭൂമിയിലും വരണമേ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ. അന്നം തരണമേ എന്നുള്ളതിന് ആഹാരം എന്ന് മാത്രം എടുക്കണ്ട, സമ്പത്തെടുക്കൂ, പണമെടുക്കൂ. അന്നം എന്ന് പറയുന്നതിനെ ആഹാരമായി മാത്രം വ്യാഖ്യാനിക്കണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നിങ്ങൾ സമ്പാദിക്കണം എന്നല്ല, നമുക്ക് ആവശ്യമുള്ളത് തരണം. ആവശ്യത്തിന് എടുത്തതുകൊണ്ടാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ